ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും വിഷുവും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോ വരുന്നത് ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ്. ആക്ച്വലി നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്രാവശ്യത്തെ വിഷു വിക്രമിൻ്റെ അമ്മയുടെ വീട്ടിൽ, അമ്മയുടെ ചിറ്റയുടെ വീട്ടിലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു, നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട്. പിന്നെ വിഷു സദ്യ, അതേപോലെ തന്നെ രാത്രിയിലത്തെ ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോസൊക്കെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദെൻ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. അപ്പോൾ വൈകിട്ട് ചായക്കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ കാട് കളിക്കാനൊക്കെ ഇരുന്നു. അത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട്, രാവിലെ വിഷുവിനുള്ള സദ്യകളൊക്കെ എല്ലാം എന്താ പറയുക, ലേഡീസാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ രാത്രിക്കാലത്തെ ഫുഡ്, ഡിന്നർ എല്ലാം ബോയ്സ് ചെയ്യട്ടെ, ജെൻസ് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാ ആണുങ്ങളും രാത്രിക്കാലത്തെ ഫുഡ് തയ്യാറാക്കുക ആയിരുന്നു. അതിൽ ചിക്കനായിരുന്നു, ചിക്കൻ കറിയും പിന്നെന്താ പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് പിന്നിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ ആണുങ്ങൾക്ക് കൊടുത്ത പണിയാണ് രാത്രിയിലത്തെ ഫുഡ് ഇവർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും പടക്കങ്ങൾ പൊട്ടിക്കാനുള്ള ഇതിലാണ്, കുട്ടികളും വലിയവരും എല്ലാവരും രസമായിട്ട് എല്ലാവരും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക, പ്രായമായവർ മുതൽ കൊച്ചു കുട്ടികൾ വരെ ഉള്ള ആ ഒരു ഓരോരോ പ്രായക്കാരും ഇതിലുണ്ട്. അതായത് ഇടപ്രായക്കാരുണ്ട്, അതുപോലെ തന്നെ ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, അങ്ങനെ പല പ്രായമുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാട്ടോ അവിടെ. എല്ലാവരും കൂടുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എല്ലാവരുമായിട്ട് കൂടുന്ന ഒരു ഇത് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. സത്യം നേരം പോണത് അറിയില്ല, അതാണ് ഒരു രസം. എല്ലാവരും കൂടി തമാശയും കളിയും ചിരിയും ബഹളവും ഒക്കെ കൂടി നല്ല രസമാണ്. അതിനുശേഷം ഈ പടക്കങ്ങളൊക്കെ പൊട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അതിനിടയിൽ പിന്നെ അമ്മയുടെ അവിടെ ഒന്നും കൂടി ഒന്ന് ഇരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ രാത്രിക്കാലത്തെ ഫുഡ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ആരാണെന്നുള്ളത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഓവറോൾ ഉച്ചക്കാലത്തെ ഫുഡും അതെ രാത്രിക്കാലത്തെ ഫുഡും അതെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാവരും അത് ഓരോ വീട്ടിൽ നിന്ന് ആണ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നത് ഉച്ചക്കാലത്തെ ഫുഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഞാൻ 2 വിഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ചിറ്റന്മാരുടെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നാകുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ.
പിന്നെ രാത്രിക്കാലത്ത് പിന്നെ എല്ലാവരും കൂടി എന്താ പറയുക ബോയ്സ് എല്ലാവരും, അതായത് ആണുങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ചിക്കൻ കറി വെച്ചത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിലെന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഇത് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ നല്ല മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ ഓവറോൾ ആ ഒരു ദിവസം നല്ലൊരു എൻജോയ് ചെയ്തൊരു നല്ലൊരു വൈബായിട്ടുള്ളൊരു വിഷയമായിരുന്നു. മൂക്കുപത്തി പിടിക്കും മാടോ, ടക്കു മൂക്കുപത്തി പിടിക്കേ, ടക്കു മൂക്കുപത്തി പിടിക്കേ. ഞാനിപ്പോ വീട്ടിലല്ല, തലചക്രം പൊട്ടിയിരിക്കും, തലചക്രം പൊട്ടിയിരിക്കും. മുടക്ക ദിവസമാര് പൊട്ടി പോവോ? എവിടേക്കും തീരും വരുമോ? അതിനെ പൊട്ടിക്കണ്ടേ? ഇതെന്താ